വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കാമ്യ, ഇതെൻ്റെ ഇളയ മോള് കാമ്യയുടെ ആനുവൽ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ഞാൻ ആനുവൽ ഡേയിലെ പരിപാടിയാണ് കാണിക്കാൻ പോണേ. ഇതിപ്പോൾ ഇവളെ നഴ്സറി കൊണ്ടാക്കാൻ റെഡിയാകാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. അവൾ റെഡിയാക്കാൻ കൊണ്ട് ആക്കിയിട്ട് നേരെ വീട്ടിൽ വന്ന് ഞാനും എൻ്റെ മൂത്ത മോളും കൂടി റെഡിയായി അങ്ങ് ഡേ കെയറിലേക്ക് അങ്ങ് നടക്കുക കേട്ടോ. വീടിന് തൊട്ടടുത്താണ്, ജസ്റ്റ് ഒരു 5 മിനിറ്റ് വാക്കേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഫംഗ്ഷൻ സ്റ്റാർട്ടാവുന്ന ടൈമിങ് അവർ പറഞ്ഞേക്കുന്നത് 4:30 എന്നാണ്. അപ്പോൾ ഓൾറെഡി അവിടെ പിള്ളേർ 1 by 1 ബാച്ച് ആയിട്ട് പിള്ളേരൊക്കെ വന്ന് റെഡി ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവളുടെ ഡേ കെയർ അല്ല, നഴ്സറി, ഡേ കെയർ, പിന്നെ കിൻഡർ ഗാർഡൻ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോളെ ഞാൻ നഴ്സറി വരെ ഇവിടെ ആക്കിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് സ്കൂളിലാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കോൾഡ് കോഫി, ഓറഞ്ച് ജ്യൂസ്, പിന്നെ വാട്ടർമെലൺ ജ്യൂസ്, പിന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് സോസേജും പിന്നെ വെജ് റോള്, ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ആസ് യൂഷ്വൽ എൻ്റെ മോൾ അത് കഴിക്കാനുള്ള ഇതിലായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ അവിടെ ചീഫ് ഗസ്റ്റ് എല്ലാവരും വന്ന് ഓപ്പൺ സെറമണിയൊക്കെ ഇനോഗ്രേഷനൊക്കെ നടക്കുവാണ്. 1 by 1 സ്പീച്ചും കാര്യങ്ങളും നടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ടെൻഷൻ എന്ന് വെച്ചാൽ എൻ്റെ മോള് ഡാൻസ് മര്യാദക്ക് കളിക്കുമെന്നാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവൾ ഡാൻസിന് പോയിട്ട് കുളമാക്കി കളഞ്ഞ് സ്റ്റേജിൽ കയറി ആൾ ഭയങ്കര ഇറിറ്റേറ്റഡായിട്ട് കരച്ചിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ലീവ് എടുത്തിട്ടാണെങ്കിലും ഞാൻ ഈ പരിപാടിക്ക് ഇവളുടെ ഒപ്പം തന്നെ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഉണ്ടാവും എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാൻ. കാരണം ഉച്ച ശേഷമാണ് ഒരു വൈകിട്ട് 4:30 ആകുമ്പോഴാണ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഉച്ചക്കൊരു 1.5 hours ആളൊന്ന് ഉറങ്ങുവാണെങ്കിൽ പിന്നെ പിള്ളേരൊന്നും കൂടി എനർജറ്റിക് ആയിട്ട് ഇരുന്ന് കളിച്ചോളുമല്ലോ. അപ്പോൾ അതായിരുന്നു എൻ്റെ ആകെ ഒരു എയിം എന്ന് വെച്ചാൽ അതായിരുന്നു. പിന്നെ ഇവിടെ ഒരു TV വെച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ വളരെ നല്ലൊരു കാര്യമായിരുന്നു. കാരണം ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഈ TV ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് സ്റ്റേജിൽ നിന്ന് കാണാൻ. അപ്പോൾ പാരൻസ് ആണെങ്കിൽ എഴുന്നേറ്റ് നിന്നായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് വെച്ചാൽ സീറ്റിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഇളയ മോളുടെ ഡാൻസായി. അപ്പോൾ അവൾ കളിച്ചത് ഹവായി ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 by 1 ആയിട്ട് സൈഡിൽ കൂടി ഫുഡ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡിൽ അപ്പം, പൊറോട്ട, ബട്ടർ ചിക്കൻ, ഫ്രൈഡ് റൈസ്, പിന്നെ ചിക്കൻ ചെട്ടിനാട്, പിന്നെ വെറൈറ്റി ഓഫ് വെജിറ്റബിൾ സാലഡ് ഉണ്ടായിരുന്നു, സൂപ്പുകളുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് ഡെസേർട്ടായിട്ട് ഐസ്ക്രീം, പിന്നെ ഒരു പുഡിങ്ങിൻ്റെ ഉമാലി പുഡിങ് എന്ന് പറഞ്ഞാൽ അത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഒരു ബ്രൗണി, ഹോട്ട് ചോക്ലേറ്റ്, ഇതൊക്കെയായിരുന്നു അവിടെ ഡെസേർട്ടിൽ അവർ വെച്ചിരുന്നത്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് സാലഡ് ആട്ടോ കഴിച്ചൊക്കെ, ചോറും ഇതും കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ ഹോട്ട് ചോക്ലേറ്റ് വിത്ത് ബ്രൗണി യമ്മി ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ.